നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുര സമർപ്പണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാർ ന്യൂനപക്ഷവേട്ട നടത്തുന്നുവെന്നാരോപിച്ച് സിപിഐഎം ചേർപ്പ് ഏരിയ കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പകൽ വീടും സംഘടിപ്പിച്ചു. ഡോക്ടർ സജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്പ തിരുവടി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി. തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുര സമർപ്പണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ കല്ലൂർമന ശശികുമാർ അവരുമായിട്ട് ഇന്നലെ ചടങ്ങിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാലയത്തിലെ പുതിയൊരു ഓപ്പൺ സ്റ്റേഡിയം നിർമ്മിച്ചു കൊടുക്കുന്ന അതിൻ്റെ സമർപ്പണ ചടങ്ങായിരുന്നു. ഞാൻ ഇതുപോലെ അദ്ദേഹത്തെ ഇന്നലെയാണ് നേരിട്ട് കാണുന്നത്. പരീക്ഷ വേണ്ടി കാലങ്ങളായിട്ട് രാജ്യത്തിന് പുറത്തുള്ള ആളാണ്. അപ്പം അത്തരം ആളുകൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതിൽ 60-70% ആളുകൾക്കും നാടുമായിട്ടുള്ളൊരു ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു വൈകാരിക ബന്ധം നഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം. പ്രത്യേകിച്ച് പുതുതായിട്ടൊക്കെ വിദേശത്ത് ഉള്ള ആളുകൾ. പക്ഷേ തൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായ സമയത്ത് സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയും അതിന് തൻ്റെ സ്വന്തം നാടിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ വലിയൊരു ഭാഗം അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം ചെലവാക്കുക ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ നല്ലൊരു കയ്യടി ഈ അവണിശ്ശേരിയെ നമ്മുടെ നാട്ടിലെ ആളുകളെ ചേർത്ത് പിടിച്ചതിന്. ഊട്ടുപുര സമർപ്പണ ചടങ്ങിൽ 14 വാർഡുകളിൽ നിന്ന് അർഹരായ ഒരാൾക്ക് വീതം ചികിത്സാ സഹായം വിതരണം ചെയ്തു. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ മുഖ്യാതിഥിയായിരുന്നു. നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് നാടിനായി തുറന്നു നൽകുകയാണ്. എപ്പോഴും ഒരു പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്യുക എന്നത് വളരെ വളരെ ചെറിയ ഒരു പടി മാത്രമാണ്. അതിനുശേഷം അതെങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചാലഞ്ച് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വേദിയിൽ നമ്മൾ ഒരു വിവാഹ ചടങ്ങുകളോ മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രം നൽകുന്ന ഒരു സ്ഥലം എന്നതിലുപരി ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലമായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കല്ലൂർമന ശശികുമാറാണ് ഭാര്യ വത്സ ശശികുമാറിന്റെ സ്മരണാർത്ഥം ഊട്ടുപുര നവീകരണവും ചികിത്സാ സഹായവും സ്പോൺസർ ചെയ്തത്. ചടങ്ങിൽ ശശികുമാർ കല്ലൂർമന അനാച്ഛാദനം നടത്തി. സഹായധന വിതരണം ശശികുമാർ കല്ലൂർമന നിർവഹിച്ചു. നാങ്കുളം ക്ഷേത്രം സെക്രട്ടറി VB ബാലചന്ദ്രൻ, ക്ഷേത്രം പ്രസിഡന്റ് MA രാധാകൃഷ്ണൻ, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സൂര്യ ശോഭി, നിത്യ ജയരാജൻ, VI ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദ ദിനേശ്, KA പ്രദീപ്, ശാരിക പ്രദീപ്, ജോയ് പയ്യപ്പള്ളി, AR രാജു, സായ രാമചന്ദ്രൻ, NB ശ്രീജിത്ത്, രമണി നന്ദകുമാർ, ഇന്ദിര ജയകുമാർ,
ചലച്ചിത്ര താരം കൃപ, പിന്നണി ഗായകൻ അനൂപ് ശങ്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കല്ലൂർമന വാസുദേവൻ നമ്പൂതിരിപ്പാടും പങ്കെടുത്തു. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ ന്യൂനപക്ഷവേട്ട നടത്തുന്നുവെന്നാരോപിച്ച് CPIM ചെയർ ഏരിയ കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്കെതിരായി, കന്യകാസ്ത്രീകൾക്കെതിരായി ഇന്ത്യ രാജ്യത്ത് എല്ലാവരെയും ഭീഷണിക്കിടാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ നടപടിയെ തന്നെ നഖശിഖാന്തം നമ്മൾ എതിർക്കണം. CPI, കമ്മ്യൂണിസ്റ്റുകൾ, പുരോഗമനവാദികൾ, നമ്മളത് അവർക്കെതിരെ എന്ന് ചിന്തിക്കാൻ പാടില്ല. അവരെല്ലാം മനുഷ്യരല്ലേ? ഈ സമൂഹത്തിൽ എല്ലാവിധ അവകാശങ്ങളുമുള്ള മനുഷ്യരാണവർ. ആ മനുഷ്യർക്കെതിരായ നിലപാട് വന്നപ്പോ എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ച് ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നാം സംഘടിപ്പിക്കുന്നത്. അന്തസ്സായി ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കണം. ഇതുകൊണ്ട് നിൽക്കുന്നില്ല. ഇനിയും ഇതുമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് RSSന്റെ ഈ ഫാസിസ്റ്റ് നിലപാടിനെതിരായി നമ്മൾ ശക്തമായി പോരാടണം. ഹിറ്റ്ലർ രീതിയിലല്ലേ? ഹിറ്റ്ലർ ഓരോ വിഭാഗത്തെ കൊന്നൊടുക്കി അവസാനം സ്വന്തം അണികൾക്കെതിരായിട്ട് നിയമനിർമ്മാണം ഉണ്ടാക്കിയപ്പോൾ അവരെല്ലാവരും പ്രതിഷേധിച്ചു. ആദ്യം ഓരോ വിഭാഗത്തെ ശരിപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ മറ്റെല്ലാവരും മാറുന്നു. അവസാനം സ്വന്തം അണികൾക്കെതിരായിട്ട് നിയമനിർമ്മാണം ഉണ്ടായി. സ്വന്തം അണികൾ പ്രതികരിച്ചപ്പോൾ അവരെയും കൊന്നൊടുക്കാൻ ഹിറ്റ്ലർ മണിയാക്കി. ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സെബി ജോസഫ് പെല്ലിശ്ശേരി, P ചന്ദ്രൻ, KK അനിൽ, KS മോഹൻദാസ്, VG വനജകുമാരി, TJ ഷിബു, TG വിനയൻ എന്നിവർ സംസാരിച്ചു. കോടന്നൂർ പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പകൽ വീടും സംഘടിപ്പിച്ചു. ഡോക്ടർ സജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗർഭ സംസ്കാരം എന്ന് പറഞ്ഞൊരു കാര്യം? ആരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഗർഭ സംസ്കാരം ഇവിടെ ആരെങ്കിലും ഒരാൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇത് പുതിയൊരു കാര്യമില്ല. നോർത്ത് ഇന്ത്യയിൽ വളരെ കോമൺ ആണ്. ഗർഭ സംസ്കാരം എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേറ്റിംഗ് സിസ്റ്റം തന്നെയുണ്ട്. ചില എന്താണ് പറയുക, രാജകുടുംബത്തിലൊക്കെ എന്നോടൊരു മെഡിക്കൽ റെപ്പ് പറഞ്ഞതാണ്. അവർ ഗർഭിണിയായി കഴിഞ്ഞാൽ അവിടെ കൊട്ടാരത്തിൽ ഈ എന്താണ് പറയുക, ക്ലോൺസ് ചിരിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനുള്ള ആളുകളെ കൊണ്ട് നിർത്തുന്നു കാര്യം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്നറിയും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെൻഷൻ കൂടിയൊരു സംഭവമാണ് ഗർഭിണിയാവുക എന്നുള്ളത്. എങ്ങനെ എനിക്ക് തോന്നുന്നു, വളരെ ടെൻഷൻ പിടിച്ചൊരു അറ്റ്മോസ്ഫിയറാണ് അവർക്ക് ഉണ്ടാവാറ്. എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പഴിചാരാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ സാധാരണയായിട്ട് ഞാനായാലും കണ്ടുവരുന്ന അങ്ങനെയാണ്. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് വീട്ടുകാർ തമ്മിൽ അടിയാണ്. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ പ്രസിഡന്റ് PB സുധീർ അധ്യക്ഷത വഹിച്ചു. വിശാഖ് വിശ്വനാഥ്, ആതിര ഷാജി എന്നിവർ ക്ലാസ് എടുത്തു. സജീവ് മുളങ്ങിൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാനന്ദനൻ, ജിജി സുനിൽ, മിനി കറുത്തേടത്ത്, രാഖി ഷാജി, മുള്ളൻ പറമ്പിൽ, സുമന രവി കൈപ്പുള്ളി, TK ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ VR രാജേഷ്, PSC നിയമനം നേടിയ അനന്തു ജനാർദ്ദനൻ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ ഷുഗർ, പ്രഷർ പരിശോധനയും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ഊരകത്തമ്പ തിരുവടി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി. തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തിമാർ, ദേവസ്വം ഓഫീസർ സുധീർ, ഉപദേശക സമിതി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. NREG വർക്കേഴ്സ് യൂണിയൻ ചേർപ്പ് പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുക എന്ന കാര്യമാണ് ഈ തൊഴിലാളികളുടെ സംഘടനയുടെ യൂണിയൻ നിർവഹിക്കുന്നത്. അതോടൊപ്പം മറ്റെല്ലാ കാര്യങ്ങൾക്കും മാതൃകയായി രാജ്യത്ത് തന്നെ അഭിമാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തൊഴിലുറപ്പ്
കൈവിടാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമ നിധിയുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളി പദ്ധതിയെ സംബന്ധിച്ച് തൊഴിലാളികൾക്കിടയിൽ വിശദീകരിച്ച് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി അതിലേക്ക് തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കർമ്മപദ്ധതി തയ്യാറാക്കുക. ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. 5 പേരെ വീതം നിർത്തിക്കൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് പണി മുടങ്ങരുത് എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ പണിക്കിറക്കി. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് ആ ഒരു പ്രവർത്തനം നടന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ വീടിന് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കഴിഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ, ഭൂരിഭാഗം തൊഴിലിറങ്ങുന്ന കുടുംബങ്ങളില് ഈ തൊഴിലുറപ്പിന്റെ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിച്ച ആളുകളാണുള്ളത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിൽക്കണോ എന്ന് നിലനിൽക്കണമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പല സമയങ്ങളിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോ തൊഴിലുറപ്പ് യൂണിയന്റെ നേതൃത്വത്തിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. കെ ബി പ്രജിത്ത, കെ ആർ പ്രജിത്ത, ഒ എസ് സുബീഷ്, എ വി സഹദേവൻ, എം മധു തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ചേർപ്പ് പഞ്ചായത്ത് കൺവെൻഷനിൽ ചേർപ്പ് പഞ്ചായത്തിലെ 2024 സാമ്പത്തിക വർഷം 100 പണി പൂർത്തീകരിച്ച 323 തൊഴിലാളികളെ ആദരിച്ചു. ചെറുശ്ശേരി മുല്ലക്കൽ ശ്രീ നനദുർഗ ക്ഷേത്രത്തിലെ ഇല്ലംനിറ ഭക്തി നിർഭരമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നെൽക്കതിരുകൾ എത്തിച്ച് പൂജകൾ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ, ഭക്തർ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് ദിനം ആചരിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഹെഡ് മിസ്ട്രസ് ജില്ലി ജോസ് SPC പതാക ഉയർത്തിയതിനുശേഷം കേഡറ്റുകൾക്ക് സന്ദേശം നൽകി. ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ GSCPO CD ധനീഷ്, CPO CP റിൻസൻ എന്നിവരും SPC പ്രോജക്ടിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും SPCയുടെ ചുമതലകളെക്കുറിച്ചും വിശദീകരിച്ചു. PTA പ്രസിഡന്റ് MS അലക്സി, വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, OSA പ്രസിഡന്റ് ഷംനാസ്, CPO ഡോക്ടർ CM ഷംല, ACPO PK തുഷാര എന്നിവർ സംസാരിച്ചു. തൃശൂർ റൂറൽ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ SPC ദിനാചരണം നടത്തി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദിനാചരണ പരിപാടിയിൽ മന്ത്രി R ബിന്ദു സല്യൂട്ട് സ്വീകരിച്ചു. മുരിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷനായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ SPC പതാക ഉയർത്തി. SPC ജില്ലാ നോഡൽ ഓഫീസറും തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ SPയുമായ TS സിനോജ്, ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട 10 SPC സ്കൂളുകളിലെ 10 പ്ലാറ്റൂണുകൾ പങ്കെടുത്ത പരേഡ് പ്രദർശനവും നടന്നു. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ സൂപ്പർ സീനിയർ SPC ടീം പ്ലാറ്റൂണുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. K ദിലീപ് കുമാർ, KR രഞ്ജിത്ത് എന്നീ SPC അധ്യാപകരാണ് CNN ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചത്. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമനം പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മുരാരി വെളമ്പത്ത്, പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ദേവസ്വം കമ്മീഷണർ S ഉദയകുമാറിനെ ക്ഷേത്രം ഉപദേശക സമിതിയും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ ഇല്ലം നിറയും പുത്തരിയും ഓഗസ്റ്റ് 10 നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9290 രൂപ, പവന് 74,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539 080053.
അവണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരിച്ച ഊട്ടുപുര സമർപ്പണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാർ ന്യൂനപക്ഷവേട്ട നടത്തുന്നുവെന്നാരോപിച്ച് സിപിഐഎം ചെയർ ഏരിയ കമ്മിറ്റി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പകൽ വീടും സംഘടിപ്പിച്ചു. ഡോക്ടർ സജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഊരകത്തമ്പ തിരുവടി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി. തന്ത്രി ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.